മലേഷ്യയിലെ കിളാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ട്രെയിനിന് പോവുകയാണ്, ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട്. ട്രെയിന് KTM എന്ന് പറഞ്ഞാൽ കൊമ്മ്യൂട്ടർ ട്രെയിൻ. നമ്മളെ ഭാഗത്തേക്ക് ട്രെയിനുണ്ട്. അപ്പോൾ ഇത് കൊമ്മ്യൂട്ടർ ട്രെയിനാണ്. കിളാങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുലാലംപൂർ സിറ്റി പസാർ സെനി എന്ന് പറയുന്ന ബസ്സിലുള്ളൊരു ചെറിയ യാത്രയാണ്. മലേഷ്യയെ പരിചയപ്പെടുത്താൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളത് കമൻറ്റ് നോക്കിയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ട്രെയിനിന് യാത്ര ചെയ്യാൻ വേണ്ടി ട്രെയിൻ എന്താ പറയുക, അവിടെ ആ ഭാഗം ക്ലോസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേഷനിൽ ആളെ കയറ്റുന്നില്ല. എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടായിരിക്കാം, എന്തോ അറിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ സമയം കുറച്ച് റഷായിട്ടുള്ള സമയമാണ്. സമയം ഇപ്പോൾ ഈ സമയത്തൊക്കെ ട്രാഫിക് ജാമുള്ള സമയമാണ്. എന്തായാലും ഞാൻ കുലാലംപൂരിൽ സിറ്റിയിലെത്തിയിട്ട് പസാർ സെനി സ്ഥലങ്ങളൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. പസാർ സെനി ടൂറിസ്റ്റുകളൊക്കെ കാണാൻ വരുന്ന ഭാഗമാണ് പസാർ സെനി. ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ സ്ഥലങ്ങളുടെ പേരറിയാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മളത് സംസാരത്തിലൂടെ വോയിസിലൂടെ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ ടെക്സ്റ്റായിട്ട് എഴുതി. ഓക്കെ, താങ്ക് യു. ഞാൻ കുലാലംപൂർ പസാർ സെനിയിലെത്തിയിട്ടുണ്ട്. പസാർ സെനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റെയിൽവേ സ്റ്റേഷൻ. ആളുകൾക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഈ സിഗ്നൽ ബോർഡിൽ നിന്ന്, ഈ ട്രാഫിക് സിഗ്നൽ ഉണ്ട്, ഇതിൽ നിന്ന് സൗണ്ട് കണ്ടോ? നടന്നു വരുന്ന സമയത്ത് അതിലൂടെ ആ പോകുന്ന ട്രെയിൻ റാപ്പിഡ് കായലിൽ നിന്നാണ് ട്രെയിനാണ് പോകുന്നത്. ആഗ്രോ ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത്. ഒക്കെ സൂം ചെയ്യണമെങ്കിൽ കയ്യിലെ സാധനങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ആഗ്രോ ബാങ്ക് കാണുന്നില്ല. അതുപോലെ ഇവിടുത്തെ മലേഷ്യയിലെ ഏറ്റവും വലിയ മലേഷ്യൻ്റെ പോസ്റ്റ് ഓഫീസ്, ഏറ്റവും വലിയ HQ പോസ്റ്റ് ഓഫീസാണ് ആ കാണുന്നത്. ഹിജാബാദ് പോസ്റ്റ് ബസാർ കുലാലംപൂർ. ഇത് മലേഷ്യൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ട് ഇവിടെ വന്ന് ഇവിടുന്ന് ആണത്ര പുറപ്പെട്ടു. കോള് വരുന്നുണ്ട്, അത് കാരണം കട്ടാകുക. കോള് വരുന്നത് കാരണത്താലേ വോയിസ് കട്ടാകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പസാർ സെനി ഇതൊക്കെ ടൂറിസ്റ്റുകളാണ്, ടൂറായിട്ട് വരുന്നവരാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? എവിടുന്ന്? ചിലപ്പോൾ അത് മലേഷ്യയിലുള്ള തന്നെ സ്കൂളിൽ നിന്ന് വരുന്നതാണ്, കോളേജിൽ നിന്നൊക്കെ വരുന്നത്. ഇത് പസാർ സെനി എന്ന് പറയും ഈ സ്ഥലത്തിന്. പസാർ സെനി മാർക്കറ്റ്, സെൻട്രൽ മാർക്കറ്റ് എന്നും പറയും. അപ്പോൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ ദൃശ്യങ്ങളൊക്കെ കാണിക്കാം. റെസ്റ്റോറൻറ്റ് യൂസിഫ്, ഇത് ഒരു മുസ്ലിം കടയാണ്. എല്ലാവരും മലായിക്കാർ, ഇന്ത്യക്കാർ, ഹിന്ദുക്കൾ എല്ലാവരും വന്ന് കഴിക്കുന്ന റെസ്റ്റോറൻറ്റാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അവിടെ മുസ്ലിങ്ങളൊക്കെ അങ്ങനെ പോയി കഴിക്കൂലല്ലോ. അതുപോലെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, വാഴയില സാപ്പാട് കിട്ടുന്ന ഭാഗങ്ങളുണ്ട്. ഒക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിക്കും ഗ്രൂപ്പിൽ. ഈ വോയിസിൽ ഞാൻ വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് കാണിക്കുന്നുള്ളൂ. ഇനി അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിന് ഓരോന്നായിട്ട് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരട്ടെ. കാരണം നിങ്ങളിപ്പോൾ നാട്ടിലോ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലേക്ക് ഒക്കെ ഉണ്ടാവും, വിദേശങ്ങളിലൊക്കെ ആയിരിക്കും ഉള്ളവരൊക്കെ ഉണ്ടാവും. അവരിലേക്കൊക്കെ ഞാൻ ഈ വീഡിയോ എത്തിക്കുക എന്നുള്ളതുള്ളൂ. പിന്നെ ഓരോ ഭാഗങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഭാഗങ്ങളും എവിടെയൊക്കെ പോകണം എന്നുള്ളതൊരു ഐഡിയ കിട്ടാൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഈ വീഡിയോ കൊണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പോടെ ചോദിക്കും ചെയ്യാം. അപ്പം നമുക്ക് അതിനുള്ള മറുപടി തരാം കേട്ടോ. അപ്പോൾ ഇത് സ്ട്രീറ്റിലൂടെ ചെറിയൊരു വാക്കിംഗ് മാത്രമാണ്.
അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ശേഷം ഫസ്റ്റിൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ അവിടുന്ന് നമ്മൾ എങ്ങോട്ട് പോകും, എങ്ങനെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് നേരത്തെ ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നീട് എൻ്റെ അടുത്തടുത്തുള്ള വീഡിയോകൾ ശ്രദ്ധിക്കുക. അതിൽ ഞാൻ വിശദമായിട്ട് ക്ലിയറായിട്ട് പറയും. ഇപ്പോൾ മൊത്തത്തിലൊന്ന് കണ്ണോടിച്ച് പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സൂം ചെയ്യാൻ പ്രയാസമുണ്ട്. കാരണം കയ്യിൽ സാധനങ്ങൾ വെച്ചതുകൊണ്ട്, കയ്യിൽ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സൂം ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല ഇവിടുത്തെ ജനങ്ങളുടെ സമ്പർക്കവും നമ്മളുള്ള പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നന്നു. ചില ആളുകളുണ്ടാവും, പിന്നെ 1-2 ആളുകളൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ. അതിപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ചില ആൾക്കാർ കുറച്ച് ഇവർ പറഞ്ഞ് കസാറായിട്ട് സംസാരിക്കാൻ, കസാറെന്ന് പറഞ്ഞാൽ കുറച്ച് റഫായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. അവരെ സ്വഭാവത്തിൻ്റെതല്ലേ. അതിപ്പോൾ അവർ എവിടെ പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുക. സ്ത്രീകൾ വളരെ സിമ്പിളായിട്ട് വണ്ടി ഓടിച്ച് പോകണുണ്ടോ. നമ്മളവിടെയുണ്ട്, നമ്മളവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പായി വന്നിട്ടുണ്ട്. അത് സന്തോഷമുണ്ട് ആ കാര്യം പറയുമ്പോൾ. ഓരോരോ സ്ട്രീറ്റുകൾ, ഓലൻ്റെ ഓഫീസുണ്ട്, ഓല. ഞാൻ നേരത്തെ സംസാരിച്ചും കൊണ്ടേ ഇരിക്കുന്നതിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതായത് സീബ്ര ക്രോസിങ്ങിൽ റെഡ് ലൈറ്റ് വീണതും വന്നതും ഞങ്ങൾ നടന്നു വന്നു. ശരിക്കും അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ഞാൻ പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് വേറൊരു സംസാരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയേക്ക് എന്ത് പറ്റി, ഞാനങ്ങനെ വന്നു. പക്ഷെ കുഴപ്പമില്ല, അവർ നമ്മളെ അണ്ടർസ്റ്റാൻഡിങ് അത്രയും ഒരു പ്രശ്നക്കാരല്ല. ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അതൊന്ന് ഞാൻ സൂം ചെയ്യാം. ഇവിടുത്തെ മെയിൻ ബാങ്കാണ്. ആ ബിൽഡിംഗ് ഉണ്ട്, നടുവിലുള്ള ബിൽഡിംഗ് ഉണ്ട്, അത് മെയ് ബാങ്ക് എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. പക്ഷേ ഞാനത് സൂം ചെയ്ത് കാണിച്ചത്. എൻ്റെ പേര് ഇത് ഒരു സൈഡിൽ നിന്നായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണാൻ പറ്റുന്നില്ല. കാരണം ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ബോർഡുള്ളത്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ ഗ്രൂപ്പ് കൊണ്ട് ഉപകാരം കിട്ടും. മലേഷ്യയിലേക്ക് എന്നെങ്കിലും നിങ്ങൾ മലേഷ്യയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്കത് ഉപകാരപ്പെടും, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ബാഗുകളൊക്കെ ഉണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ എവിടെയെന്ന് അറിയില്ല, പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ബാഗ് ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. തിരൂർ മാർക്കറ്റിൽ ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പല ആളുകളോട് അന്വേഷിച്ച് എനിക്ക് മടുപ്പ് വന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഈ കടയിൽ. ഇപ്പം ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ സ്വന്തമായി പ്രാർത്ഥന ചെയ്യാണ്. ഈ താത്താനെ ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതും അതിലപ്പുറമുള്ളതും ഇവിടെ ഉണ്ട് ബാഗ്. ഞാനൊന്ന് നോക്കട്ടെ, അന്വേഷിക്കട്ടെ. ശേഷം അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം അത് വീഡിയോ പിടിക്കാൻ ആൾ വേണ്ടേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചതിൻ്റെ വിലയ്ക്ക് ചോദിച്ചു. मैम ini bag semua berapa ringgit? Ini ji 49. Semua harga sama ke ataupun lain-lain harga? എല്ലാത്തിനും വില ഉണ്ട്. 49 റിംഗിറ്റാണ് അതിൻ്റെ വില പറഞ്ഞത്. പോലെ തെങ്ങോ സായി ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഇതാ ഒരു ബാഗ് നമ്മളൊരു ഇതൊക്കെ സംസാരിച്ച് ഏകദേശം നമ്മളത് വിലയാക്കിയിട്ടുണ്ട്. ഒരു പറയുന്ന വിലയൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, നെഗോസിയേഷൻ ചെയ്യണം. അവരോട് ചൈനീസ് അല്ലേ, നല്ല വില പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒന്ന് നെഗോസിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ഒത്തു വന്നാൽ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ അവർ പറയുന്ന വില കൊടുക്കുക. അപ്പം എന്നോട്
ഇതിന് 69 രൂപ പറഞ്ഞു, 69 മലേഷ്യ റിങ്കിറ്റ്. അപ്പോൾ ഞാൻ കുറക്കാൻ പറഞ്ഞേക്ക് 9 രൂപ റിങ്കിറ്റ് കുറച്ച് 60 തരാറ്. ഞാൻ കുറച്ച് എനിക്കറിയില്ല, ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചൈനീസിനാണ് വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ചൈനീസിനായിട്ടൊക്കെ നമ്മൾ ഇടപഴകിയാൽ ചില വിഷയങ്ങൾ 50 കാശ് വരെ അവർ ചോദിച്ചത് വാങ്ങും. 50 കാശ് വരെ അവർ വിട്ടു തരില്ല. നമ്മുടെ നാട്ടിൽ പോലെ കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, ഓക്കെ, ഞാൻ ചേച്ചിനെ ആൻറ്റിനായിട്ട് സംസാരിച്ച് ആൻറ്റി ഇവിടെ പസാർസേനയിൽ സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ചേച്ചി 2 വാക്കുകളോട് സംസാരിക്കും. back cuma di sini, datang sini boleh cakap. Ya, sir. ചേച്ചി സംസാരിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ കസ്റ്റമർ വന്നേക്കല്ല മൈൻഡ് മാറി. എന്നോടേ 2 വാക്ക് സംസാരിക്കുക, നിങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ശേഷം കസ്റ്റമർ വന്നാൽ പിന്നെ ആദ്യം ബിസിനസ്സാണല്ലോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമുക്കല്ല ലീവ്. ആൻറ്റി,你好，这边是 Cojoy Hotel 这边有很多包包，这样一个包包来吉隆坡可以来这边，价钱又便宜。എന്നോട് നേരത്തെ പറഞ്ഞതെന്താ വെച്ചാൽ നല്ല ബാഗുകളൊക്കെ ഞാൻ തരാം, വില കുറച്ച് നിങ്ങൾക്ക് കമ്മിയായിട്ടൊക്കെ തരാമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്നോട് വില പറഞ്ഞത് ബാഗിന് 69 റിങ്കറ്റ്, ഈ ക്യാപ്പിന് 19 റിങ്കറ്റും, രണ്ടും കൂടി എത്രയായി? 65, 75, 84 റിങ്കറ്റായി. എനിക്ക് സംസാരിച്ച് ഞാൻ മലായി ഭാഷയിലൊക്കെ സംസാരിച്ചത് കൊണ്ട് എനിക്ക് അവർ 65 റിങ്കറ്റിനായി തന്നു. അതായത് ബാഗിന് 69 പറഞ്ഞു, ബാഗ് 69 പറഞ്ഞത് എനിക്ക് 55നായിട്ട് തന്നു. അതിൽ കുറച്ച് തന്നു. പിന്നെ ഈ ക്യാപ്പിൻ്റെ കാര്യം എങ്ങനെയെന്ന് ചോദിച്ചേക്കായിരുന്നു. 4 റിങ്കറ്റ് കുറച്ച് 15 തരാം. പിന്നെ അതിലും താഴെ നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല, ചോദിച്ചാൽ കുറച്ച് തരും ചിലവർ. അപ്പോൾ ഈ ആൻറ്റി വലിയ കുഴപ്പമില്ല, ചിലവർ ഭയങ്കര കട്ടൻ റേറ്റായിട്ട് സംസാരിക്കുള്ളൂ. എന്തായാലും നമ്മൾ 2 വാക്ക് വർത്താനം പറഞ്ഞു സംസാരിച്ചു. അപ്പോൾ അവർ പറയാം, ബാഗിന് നിങ്ങളെ നാട്ടിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ എന്താണ് കോജോ ഹോട്ടലിൻ്റെ അടുത്താണ് ബാഗുണ്ട്, പല ഐറ്റം ബാഗുകളുണ്ട്, വിലയൊക്കെ കുറച്ച് തരുന്നുണ്ട്, വരുന്നവരോട് ഇവിടെ വന്നോളി എന്നൊക്കെ അവരുടെ ഭാഷയിൽ ചൈന ഭാഷയിൽ പറഞ്ഞതാണ്. മലായി ഭാഷ അറിയും. അവർ അസൽ ചൈന നാട്ടിൽ നിന്ന് വന്നവരല്ലേ. ചൈന നാട്ടിൽ നിന്ന് ചൈന നാട്ടുകാർ ഇവിടെ ജനിച്ച് വളർന്നതാണ്, എവിടെ മലേഷ്യയിൽ ജനിച്ച് വളർന്നത്. ഇവിടെ തമിഴ് സംസാരിക്കുന്നവരുണ്ട്, തമിഴ്നാട്ടിൽ ജനിച്ചിട്ട് ഇവിടെ സിറ്റിസൺ ഉള്ളവരുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ പാസ്പോർട്ടിൽ വിസയിലല്ലേ താമസിക്കുന്നത്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. ഇവിടെ മലയാളീസ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. അവർ മലായി സംസാരിക്കുമ്പോൾ മലായിക്കാരാണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ മലായിക്കാരെ ആവില്ല, നമ്മളെ മലയാളികളെക്കാണ്. മലയാളം സംസാരിച്ചാൽ കുറേശ്ശെ മലയാളം സംസാരിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ അതൊക്കെ വളരെ ഉപകാരപ്പെടും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൂടെ യൂട്യൂബിൻ്റെ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ അറിയിച്ചു തരണ്ട കേട്ടോ. അപ്പോൾ അവിടെ ഷൂവിൻ്റെ ലൈസ് കെട്ടിക്കൊണ്ടിരിക്കണം. അല്ല, അത് മലയാളക്കാരല്ല, സോറി, ഞാൻ മുഖത്ത് നോക്കിയില്ല, ചൈനീസാണ്. ഞാൻ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, ക്യാപ്പ് കാരണം മറച്ചിരുന്നു. ഓല 2 കൂടിയും കണ്ടേക്ക് ഓല ഭാഷയിലാണ് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ് ബൈ.